നമസ്കാരം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. ഖത്തർ ദേശീയ ദിനം നാളെ. ആഘോഷവേളയിൽ ഖത്തർ നൽകുന്ന സുരക്ഷിതത്വത്തിനും അവസരങ്ങൾക്കും നന്ദി പറയുകയാണ് പ്രവാസികൾ. വിവിധ സൗഹൃദ രാഷ്ട്രങ്ങൾ ഖത്തറിന് ദേശീയ ദിനാശംസകൾ നേർന്നു. ഐക്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആഘോഷമാണ് ഖത്തറിന് ദേശീയ ദിനം. ഒരാഴ്ച മുമ്പ് തന്നെ ദേശീയ ദിനാഘോഷത്തിന്റെ സ്ഥിരം വേദിയായ ദർബൽ സായിയിൽ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരുന്നു. എന്നാൽ കോർണിഷിൽ നടക്കേണ്ടിയിരുന്ന ദേശീയ ദിന പരേഡ് ഇത്തവണയും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ആഘോഷ പരിപാടികൾക്കൊട്ടും കുറവുണ്ടാകില്ല. ദർബൽ സായിക്ക് പുറമെ ലുസൈൽ ബൊലേവാദ്, കത്താറ, ഓൾഡ് ദോഹ പോർട്ട്, മിഷേരിബ് ഡൗൺ ടൗൺ എന്നിവിടങ്ങളിലെല്ലാം ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ 2 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിരുന്നു. വാരാന്ത്യ അവധിയും കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഇനി പ്രവൃത്തി ദിനം തുടങ്ങുക. മീഡിയ 1 ദോഹ. ഖത്തർ ദേശീയ ദിനാഘോഷത്തിന് സ്നേഹസമ്മാനമൊരുക്കി. ഖത്തർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഖത്തറിലെ താമസക്കാരും ദേശീയ ദിനാശംസ നേരുന്ന വീഡിയോ ലോഞ്ച് ചെയ്തു. ദോഹയിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാബ എന്നിവർ ചേർന്ന് വീഡിയോ ലോഞ്ച് ചെയ്തു. Feliz Día Nacional de Qatar. ฉันชื่อฝ้ายนะคะสวัสดีค่ะสุขสันต์วันชาติกาตาร์นะคะสวัสดีค่ะ. ഖത്തറിൽ ജീവിക്കുന്ന 75-ലധികം രാജ്യങ്ങളിലെ ആളുകൾ അവരുടേതായ ഭാഷയിൽ ഖത്തറിന് ദേശീയ ദിന ആശംസകൾ നേരുന്ന വിപുലമായ ബൃഹത്തായ ഒരു വീഡിയോ മീഡിയ 1 പുറത്തിറക്കുകയാണ്. ആ സദുദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. മീഡിയ 1 വളരെ വിപുലമായ, വളരെ പ്രത്യേകതയുള്ള ഒരു ആശംസകളുമായിട്ടാണ് ഇപ്രാവശ്യം വരുന്നത്. വിവിധ രാജ്യക്കാരായ 75ഓളം ഭാഷകളിലുള്ള വിവിധ രാജ്യക്കാരായ ആളുകളുടെ ആശംസകൾ അവരുടെ ഭാഷയിൽ ഖത്തറിന് നേരുന്ന ഒരു വളരെ വലിയ ഒരു വീഡിയോ ആണ് ഇപ്രാവശ്യം വരുന്നത്. ഈ ഒരു വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഖത്തറിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയും ലോക ജനതയുമായുള്ള ഖത്തറിന്റെ ആത്മബന്ധവും അടയാളപ്പെടുത്തുന്നതാണ് വീഡിയോ. മീഡിയ 1നെ സംബന്ധിച്ചിടത്തോളം ഖത്തർ മലയാളി കമ്മ്യൂണിറ്റിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഖത്തർ നാഷണൽ ഡേയുടെ അനുബന്ധിച്ചുള്ള പാർട്ടിസിപ്പേഷൻ സന്തോഷപ്രദമാണ്. ഈ ഒരു പുതിയ ഉദ്യമത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഖത്തറിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും, പിന്നെ ഒരുപാട് രാജ്യക്കാരുടെ എല്ലാ ആൾക്കാർക്കും ദേശീയദിന വാഴ്ത്തുക്കളും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ സ്പാർക്സ് പങ്കെടുക്കുന്ന വലിയ ഒരു ഹാപ്പിനെസ്സും നമുക്കുണ്ട്. എല്ലാവർക്കും ഖത്തർ നാഷണൽ ഡേയുടെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും കിട്ടിക്കോട്ടെ. ഖത്തർ ദേശീയ ദിന ആശംസകൾ. മീഡിയ 1 ദോഹ. 70-ലേറെ രാജ്യങ്ങൾ, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭാഷകൾ, ഖത്തറിന്റെ സാംസ്കാരിക വൈവിധ്യം കൂടി അടയാളപ്പെടുത്തുകയാണ് മീഡിയ 1 തയ്യാറാക്കിയ വീഡിയോ. ലോകം ഖത്തറിന് ദേശീയ ദിനാശംസ നേരുന്ന കാഴ്ചയിലേക്ക്. Happy National Day, Qatar. Feliz Día Nacional Qatar. မင်္ဂလာပါမင်္ဂလာရှိတော့ကာတာအမျိုးသားနေ့မှာကျမ်းမာချမ်းသာပြီးတော့လူရဆန္ဒတွေပြေဝကြပါစေရှင် كل عام وانت بخير يا قطر. 卡塔尔国庆节快乐. Happy National Day Qatar. नमस्कार, आम्ही मुंबईकर. कतार तुम्हाला नॅशनल डेच्या हार्दिक हार्दिक शुभेच्छा. Я очень рада, что мы в Катаре в национальный праздник. Ура! Selamat Hari Nasional Qatar. Fijne Nationale Dag Qatar. Feliz Día Nacional de Qatar. ฉันชื่อฝ้ายนะคะสวัสดีค่ะสุขสันต์วันชาติกาตาร์นะคะสวัสดีค่ะ. Wszystkiego najlepszego z okazji Święta Narodowego Kataru. Krzysztof Trabuniatutka from Poland. I'm Zainab from Iran. روز ملی قطر مبارک. Niwatakie heri ya siku ya taifa ya Qatar. Bonne fête nationale Qatar. Bana yaba Qatari mwena mbendeza na kololongi mwebale kutukuma mwebale nako tuyikiriza tubodanya munsi ya imwe yanziza ino cyabazinga William Gabula na Diop afunguwe. Feliz Día Nacional Qatar. كل عام وقطر بألف خير. Katar'ın Ulusal Günü kutlu olsun. Qatar 축하합니다. My name is Mariam. I'm from Morocco. Eid Watani Said Qatar. Katar günü bulan hammalarınızın tabriklayman. Qatar'ın Ulusal Günü kutlu olsun. Yom Vatani Said Qatar. Feliz Día Nacional de Qatar. Bonne fête nationale du Qatar. Feliz Día Nacional de Qatar.
Happy National Day from the Bahamas. يوم وطني سعيد قطر. Alles Gute zum Nationalfeiertag Katar. Ulusal bayramımız kutlu olsun. Katar. أنا من سوريا وبنحضر الأعياد الوطنية هون بقطر وبنشعر نحن وكأنه في بلدنا بسوريا لأنه نحن وشعب قطر إخوة إن شاء الله. عيد سعيد قطر. Feliz Dia Nacional. Aan waxaan leeyahay dhalasho wanaagsan sanadkan qatar. يوم وطني سعيد. የካታር የብሔራዊ የመቶኛ ዓመት ብሔራዊ ቀን በዓል ስለሆነ እንኳን ደስ ያላችሁ። Happy National Day Qatar. Milli gününüz mübarek Katar. Nasyonalnim nam Qatar. ده قطر ملي وراز دي خوشحالة بي. مبارك عليكم عيد وطني. يوم وطني سعيد لقطر. watu wa Katari kuwa na National Day nzuri. Qatar රාජ්‍යයට සුබ ජාතික නිදහස් දිනයක් වේවා. Qatar National Day. So me wish Qatar happy National Day. Nawatakia siku njema wanakatari wote, mkoe na siku njema ya Qatar. Feliz Dia Nacional para Qatar. Felice National Day a tutto il Qatar. Glücklich nationaler Tag. Samung darlaha tolo Qatar da Happy National Day. عيد وطني سعيد لدولة قطر. Wunderbarer Nationaltag zu Qatar. Mabuhay! Maligayang Qatar National Day! Happy Qatar National Day. Chúc mừng Quốc khánh Qatar. National Day ko shubhakamana. Mulibuaji Qatar, Happy National Day. কাতারের জাতীয় দিবসে সবাইকে শুভেচ্ছা। Gorgeous Qatar, Law Noshunta. Feliz Dia Nacional de Qatar. Selamat Hari Kebangsaan Qatar. Feliz Dia Nacional de Qatar. Sreta Nacional da Happy Qatar. كل عام وقطر بخير. Feliz Dia Nacional de Qatar. Joyeuse fête nationale au Qatar. اليوم الوطني في قطر ده من أجمل الأيام اللي تبقى موجودة هنا. Vraiment mrasawa ana anye jamana men kono vraiment juma fo itana no anda latando ko bela so anye barala ando juma tana alhamdulillah so anye ya sawani Shtorhavor Qatari azgain ore. Idi Ruzi Milli Qatar muborak boshas. Harumenesniki Mera tu Qatar. கத்தரில் வாழ்கிற எல்லா மக்களுக்கும் கத்தர் தேசிய தின வாழ்த்துக்களை சொல்கிறதுல எனக்கு ரொம்ப மகிழ்ச்சியாக இருக்குது. கத்தர் தேசிய தின வாழ்த்து. ഖത്തർ ദേശീയ ദിന ആശംസകൾ. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ ചിത്രപ്രദർശനവുമായി മലയാളികൾ. ഓഫ് റോഡ് ഡ്രൈവേഴ്സ് കൂട്ടായ്മയായ ഡ്യൂൺ ട്രൂപ്പേഴ്സും ആർട്ട് ഫാക്ടറിയും ചേർന്നാണ് മോട്ടോ ആർട്ട് എന്ന പേരിൽ വാഹനങ്ങൾ ക്യാൻവാസാക്കി മാറ്റിയത്. ഖത്തറിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് കത്താറ കൾച്ചറൽ വില്ലേജ്. കത്താറ കൾച്ചറൽ വില്ലേജിൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ കലാ പ്രദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ട് ഓൺ വീൽസ്. ഒരുപക്ഷെ GCCയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു കാഴ്ച. 50-ലേറെ വാഹനങ്ങൾ, അതും വ്യത്യസ്ത രീതിയിലുള്ള വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളെല്ലാം ക്യാൻവാസാക്കി മാറ്റിയിരിക്കുകയാണ് ഖത്തറിലെ കലാകാരന്മാർ. നിലവിലൊരു 55ഓളം വാഹനങ്ങൾ നിലവിലുണ്ട്. അതേപോലെ തന്നെ ഒരു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. സത്യത്തിൽ ഇത് GCCയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നാഷണൽ ഡേ തീമും കത്താറ തീമുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ലൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ ഗ്രാഫിറ്റി കലാകാരനായ കരീംഗ്രാഫിയുടെ ഒരു ചിത്രമാണിത്. കരീംഗ്രാഫി മാത്രമല്ല, ഏതാണ്ട് 80ഓളം കലാകാരന്മാരാണ് ആർട്ട് ഫാക്ടറി, ഖത്തറിലൊരു കലാകേന്ദ്രമാണ്, ആർട്ട് ഫാക്ടറിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിച്ചിരിക്കുന്നത് ഓഫ് റോഡ് ക്ലബ്ബായ ഡ്യൂൺ ട്രൂപ്പേഴ്സ് എന്ന ഖത്തറിലെ തന്നെ പ്രമുഖമായ ഒരു കൂട്ടായ്മയുണ്ട്. ഈ രണ്ട് സംഘങ്ങളും ചേർന്ന് ഖത്താറയുമായി സഹകരിച്ചാണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ ആർട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ GCCയിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത, അറിവിൽ വേൾഡിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്തൊരു പ്രോഗ്രാമാണ് മോട്ടോ ആർട്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു പബ്ലിക് ഇവൻ്റ് ആയിട്ട് മോട്ടോ ആർട്ട് ഇന്നേ വരെ നടന്നിട്ടില്ല. അതേപോലെ ഞങ്ങളുടെ വണ്ടികൾ മോഡലായിട്ട് കത്താറ പോലത്തെ ഒരു സ്ഥലത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വരാനുണ്ടായിട്ടുള്ള കാരണം. ഏകദേശം 80ഓളം ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 50ഓളം പേര് ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്.
കൂടുതൽ ആളുകളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 2 ദിവസത്തിൽ. അവർ നമ്മളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്കായാലും ആർട്ടിസ്റ്റുകൾക്കായാലും ഖത്തറിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഖത്തറിലെത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികൾക്ക് ഇത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. It is amazing here. I like all the place. It's very top. And as you can see, there are many luxury cars which are of course painted with in a different way. And of course the place, it looks like amazing, like a palace or something like that. It seems that the place keeps its cultural uniqueness all over this. It shows its historical identity. So it's amazing to take a walk around this place. സഞ്ചാരികൾക്ക് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായ കലാകാരന്മാർക്കും ഒരുപക്ഷെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാൻവാസ്. യൂഷ്വലി நாங்கள் வந்து கேன்வாஸில் வரைவோம். பட் ஹியர் த கேன்வாஸ் இஸ் ஆன் த வீல்ஸ். ஸோ கார்ஸில் கொண்டு வந்திருக்கோம். ஸோ வி ஆர் வேரியஸ் ஆர்டிஸ்ட் ஃப்ரம் டிஃப்ரெண்ட் நேஷ்னாலிட்டிஸ். நாங்கள் எல்லாரும் சேர்ந்து வி ஹவ் கான்ட்ரிபியூட்டட் ஆர் ஆர்ட் ஒர்க்ஸ் ഫോർ ദിസ് ഖത്തർ നാഷണൽ ഡേ. ഈ വാഹനങ്ങൾ എന്തായാലും നിരത്തിലിറക്കുന്നതിന് ഖത്തറിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നത് എല്ലാവർക്കും അറിയാം. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഖത്തറിൻ്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു കലാ പ്രദർശനം ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ വാഹനങ്ങളിലെല്ലാം നിറങ്ങൾ നൽകിയിരിക്കുന്നത്. പക്ഷേ ഖത്തറിലെ നിയമങ്ങൾ കർശനമാണ്. ആ നിയമങ്ങൾ ഒരു കാരണവശാലും അത് ആ കലയുടെ പേരിലാണെങ്കിലും അത് ലംഘിക്കാൻ ഇവിടെ അനുവദിക്കില്ല. ദേശീയ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഖത്തറുമായി ചേർന്ന ഖത്തറിൻ്റെ പൈതൃകവും ഖത്തറിൻ്റെ സംസ്കാരവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഈ വാഹനങ്ങളിൽ വരച്ചു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തർ, നമുക്ക് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖത്തറിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയാവുന്ന ഖത്തറിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഈ ഖത്താറ കൾച്ചറൽ വില്ലേജ്. ഖത്താറ കൾച്ചറൽ വില്ലേജിൻ്റെ 40ാം വാർഷികാഘോഷം നടക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളെല്ലാം വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം ഖത്തറുമായി ബന്ധപ്പെട്ടത്, ഖത്തറിൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ടത്, ഖത്തറി ജീവിതവുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഈ വാഹനങ്ങളിലെല്ലാം ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഖത്താറ ആംഫി തിയേറ്ററിന്റെ മുന്നിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തടവുകാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. അമീരി ഉത്തരവിലൂടെയാണ് നിരവധി തടവുകാർക്ക് പൊതുമാപ്പ് നൽകിയ വിവരം പ്രഖ്യാപിച്ചത്. എന്നാൽ എത്ര പേർക്ക് ആനുകൂല്യം ലഭിച്ചുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാ വർഷവും ഖത്തർ ദേശീയ ദിനം, റമദാൻ തുടങ്ങി വിശേഷാവസരങ്ങളിലാണ് ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പൊതുമാപ്പ് നൽകുന്നത്. മറ്റു വാർത്തകളിലേക്ക്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി സർവകാല റെക്കോർഡിൽ. വാണിജ്യ ഇറക്കുമതിയിൽ 109% വർധനയാണ് നവംബറിൽ രേഖപ്പെടുത്തിയത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉൽപ്പന്നങ്ങളാണ് നവംബറിൽ ഇന്ത്യ UAE-യിൽ നിന്ന് ഇറക്കുമതി ചെയ്തതെന്ന് വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട രേഖകൾ പറയുന്നു. മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇറക്കുമതിയിൽ 109.57% വർധനയാണ് രേഖപ്പെടുത്തിയത്. മിനറൽ ഓയിൽ, സുഗന്ധദ്രവ്യങ്ങൾ, ഭക്ഷ്യ എണ്ണ, അമൂല്യ രത്നങ്ങൾ, ഇരുമ്പ് തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള കയറ്റുമതിയിൽ 11.38% വർധനയുണ്ടായി. കഴിഞ്ഞ മാസം $300 കോടി മൂല്യമുള്ള വസ്തുക്കളാണ് കയറ്റുമതി ചെയ്തത്. അതായത് UAE-യുമായി $312 കോടി വ്യാപാര കമ്മിയാണ് ഇന്ത്യക്കുള്ളത്. ഏപ്രിൽ നവംബർ കാലയളവിൽ UAE-യിൽ നിന്നുള്ള ഇറക്കുമതി 60% വർദ്ധിച്ച് $4,476 കോടി മുൻവർഷം ഇതേ കാലയളവിൽ $2,788 കോടി ആയിരുന്നു ഇറക്കുമതി. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള കയറ്റുമതി 15.25% വർദ്ധിച്ച് $2,394 കോടി എത്തി. മുൻവർഷം ഇതേ കാലയളവിൽ ഇത് 2,077 കോടിയായിരുന്നു. 2022 മെയ്യിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധത്തിൽ പ്രതിഫലിച്ചത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് UAE. 2023-24 സാമ്പത്തിക വർഷം $8,365 കോടി മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നടന്നത്. മീഡിയ 1, ദുബായ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 21-22 തീയതികളിൽ കുവൈത്ത് സന്ദർശിക്കും. 4 പതിറ്റാണ്ടിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിലെത്തുന്നത്.
1981 ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് കുവൈത്ത് സന്ദർശിക്കുന്നത്. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ പ്രധാന വിതരണക്കാരാണ് കുവൈത്ത്. 10 ലക്ഷത്തിലേറെ ഇന്ത്യക്കാരുള്ള കുവൈത്തിലെ ഭൂരിപക്ഷം വിദേശികളും ഇന്ത്യൻ പ്രവാസി സമൂഹമാണ്. പ്രധാനമന്ത്രി മോദി ഇതുവരെ സന്ദർശിച്ചിട്ടില്ലാത്ത ഏക ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യമാണ് കുവൈത്ത്. ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. സന്ദർശനത്തിനിടെ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് സൂചന. കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹ്യ ഈ മാസം ആദ്യം ഇന്ത്യ സന്ദർശിച്ച് കുവൈത്ത് സന്ദർശിക്കാനുള്ള ക്ഷണം നൽകുന്നതിനായി മോദിയെ കണ്ടിരുന്നു. കുവൈത്തിലെത്തുന്ന മോദി കുവൈത്ത് അമീർ അടക്കമുള്ള ഭരണാധികാരികളുമായി ചർച്ച നടത്തും. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. മീഡിയ 1 കുവൈത്ത് സിറ്റി. ഡ്രോൺ വഴി സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുന്ന സേവനത്തിന് തുടക്കം കുറിച്ച് ദുബായ്. സിലിക്കൺ ഒയാസിസിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. പശ്ചിമേഷ്യയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഡെലിവറി സർവീസ്. പഴവും പച്ചക്കറിയുമൊക്കെ തൂക്കിപ്പിടിച്ച് പറന്നു പോകുന്ന ഡ്രോണുകൾ. ദുബൈയിൽ അതൊരു നിത്യക്കാഴ്ചയാകാൻ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഡ്രോണുകൾ വഴി ഉൽപ്പന്നങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുള്ള പദ്ധതിക്ക് ദുബായ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ സാധനങ്ങൾ എത്തിക്കാൻ പ്രമുഖ ഡ്രോൺ കമ്പനി കീറ്റ ഡ്രോണിന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ലൈസൻസ് നൽകി. ദുബായ് സിലിക്കൺ ഒയാസിസിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. 6 ഡ്രോണുകളാണ് സർവീസ് നടത്തുക. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ആദ്യ ഓർഡർ ബുക്ക് ചെയ്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. 2.3 കിലോഗ്രാം വരെ ഭാരമുള്ള വസ്തുക്കളാണ് നിലവിൽ കീറ്റ ഡ്രോണുകൾക്ക് വഹിക്കാനാകുക. അത്യാധുനികമായ ഹെക്സാകോപ്റ്ററുകളാണ് കീറ്റ ഡെലിവറിക്കായി ഉപയോഗിക്കുന്നത്. ചൈനയിൽ 4 ലക്ഷത്തിലേറെ ഡെലിവറികൾ നടത്തിയ പരിചയ സമ്പത്തുള്ള കമ്പനിയാണ് കീറ്റ. മീഡിയ 1. മറ്റു വാർത്തകളിലേക്ക്. സൗരോർജ്ജ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികളുമായി ബഹ്റൈൻ. സോളാർ ഇൻസ്റ്റലേഷന് വേണ്ടി വന്നിരുന്ന കാത്തിരിപ്പ് സമയം വെട്ടിക്കുറച്ചു. ഇനി മുതൽ 4 ദിവസത്തിനുള്ളിൽ സൗരോർജ്ജ പ്ലാന്റ് വീടുകളിൽ സ്ഥാപിച്ചു നൽകും. സൗരോർജ്ജ സംവിധാനങ്ങൾ വീടുകളിൽ സ്ഥാപിക്കാൻ ഇത്രയും നാൾ അപേക്ഷ സമർപ്പിച്ച് 1 മാസം കാത്തിരിക്കണമായിരുന്നു. സൗദിയിൽ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള വാഹനം ഇനി നേരിട്ട് ഇറക്കുമതി ചെയ്യാം. സക്കാത്ത്, ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി ഇതിനായി പ്രത്യേക പോർട്ടൽ സേവനം ആരംഭിച്ചു. ഓൺലൈൻ വഴി നടപടികൾ പൂർത്തിയാക്കി വാഹനം രാജ്യത്തേക്ക് എത്തിക്കാൻ ഇതുവഴി സാധിക്കും. സക്കാത്ത്, ടാക്സ്, കസ്റ്റംസ് അതോറിറ്റിയാണ് സെൽഫ് സർവീസ് ഓപ്ഷൻ അവതരിപ്പിച്ചത്. വ്യക്തിഗത വാഹന ഇറക്കുമതിക്കായാണ് സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. കര, നാവിക, കസ്റ്റംസ് തുറമുഖങ്ങൾ വഴി വ്യക്തിഗത വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവർക്കിത് ഏറെ പ്രയോജനപ്രദമാകും. സേവനം ZK വെബ്സൈറ്റ് വഴി മുഴുവൻ ഇറക്കുമതി പ്രക്രിയകളും ഓൺലൈനായി പൂർത്തിയാക്കാൻ ഉപയോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. ഇതിനായി വ്യക്തികൾ ZK വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ശേഷം വ്യക്തികൾക്കുള്ള വാഹന ഇറക്കുമതി എന്ന സേവനം തിരഞ്ഞെടുത്ത് നടപടികൾ പൂർത്തിയാക്കാം. വാഹനത്തിന്റെ വിശദാംശങ്ങൾ, കസ്റ്റംസ് ഡിക്ലറേഷൻ, ആവശ്യമായ രേഖകളുടെ പകർപ്പ് എന്നിവ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കസ്റ്റംസ് നടപടികൾ കാര്യക്ഷമമാക്കുക, സേവന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വ്യക്തിഗത ഇറക്കുമതിക്കാർക്കായി സുഗമവും കൂടുതൽ വഴക്കമുള്ളതുമായ കസ്റ്റംസ് ക്ലിയറൻസ് പ്രക്രിയ നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് അതോറിറ്റി പദ്ധതി അവതരിപ്പിച്ചത്. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം. സുരക്ഷാ ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറിയ മലയാളിയെ സൗദിയിൽ നിന്നും നാടുകടത്തി. കോഴിക്കോട് സ്വദേശിയാണ് ദമാമിലെ അൽക്കോബാറിൽ നിന്നും നാടുകടത്തിയത്. പ്രവാസികൾ രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിൽ പൂർണ്ണ സഹകരണം ഉറപ്പാക്കണമെന്ന് സാമൂഹ്യരംഗത്തുള്ളവർ ആവശ്യപ്പെട്ടു. 2 മാസം മുമ്പ് സുരക്ഷാ വിഭാഗത്തിന്റെ പിടിയിലായ കോഴിക്കോട് സ്വദേശിയെയാണ് കഴിഞ്ഞ ദിവസം നാടുകടത്തിയത്. അറസ്റ്റിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് കേസിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെ: ഒരു സ്ത്രീയുമായിട്ട് ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനും കൂടെ സംസാരിക്കുന്ന സ്ഥലത്ത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇവിടെ അങ്ങനെ എത്രയോ ആളുകൾ ഒന്നിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ആ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ പോലീസുകാരെ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഭാര്യ ഭർത്താക്കന്മാരെന്ന് ചോദിച്ചപ്പോൾ ഈ പോലീസുകാരനോട് ഈ മലയാളി ഒരു തട്ടിക്കയറുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകുകയും ഉടൻ തന്നെ പോലീസുകാരൻ അത് റിപ്പോർട്ട് ചെയ്യുകയും സെൻട്രൽ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ഉടനടി 1.5 മാസം ആയിട്ടുള്ള കുറഞ്ഞ കാലാവധി തന്നെ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം ദമാം സെൻട്രൽ ജയിലിൽ നിന്ന് നാട് കടത്തപ്പെട്ടിരുന്നു. പുതുതായി ജോലി അന്വേഷിച്ചെത്തുന്ന യുവാക്കളാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. പുതിയ വിസയിൽ വരുന്ന ആൾക്കാർ, ആ ആൾക്കാർക്ക് ഇവിടുത്തെ നിയമങ്ങളെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതും നാട്ടിലത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കുന്നതും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരുന്നുണ്ട്. രാജ്യത്തേക്കെത്തുന്നവർ ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും ഈ രംഗത്തുള്ളവർ ഓർമ്മിപ്പിക്കുന്നു. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം.
ബഹ്റൈനിൽ ജോലി വാഗ്ദാനം ചെയ്ത യുവതിയെ ചൂഷണം ചെയ്ത കേസിൽ 2 ഇന്ത്യക്കാർക്ക് 3 വർഷം തടവ് ശിക്ഷ. 2000 ദിനാർ വീതം പിഴയും അടക്കണം. ഹോട്ടലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ബഹ്റൈനിലെത്തിച്ച ശേഷം യുവതിയെ അനാശാസ്യത്തിന് നിർബന്ധിച്ചുവെന്നാണ് പരാതി. ശിക്ഷയ്ക്ക് ശേഷം പ്രതികളെ നാടുകടത്തും. ഇന്ത്യക്കാരിയായ യുവതിയാണ് ചൂഷണത്തിനിരയായത്. ഹമദ് രാജാവിന്റെ സ്ഥാനാരോഹണ രജത ജൂബിലി പ്രമാണിച്ച് പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കി ബഹ്റൈൻ പോസ്റ്റ്. ബഹ്റൈൻ ദേശീയ ദിനത്തിന്റെ ഭാഗമായാണ് പുതിയ സ്റ്റാമ്പ് ശേഖരം പുറത്തിറക്കിയത്. സ്റ്റാമ്പുകൾ എല്ലാ തപാൽ ശാഖകളിലും തപാൽ മ്യൂസിയത്തിലും ലഭിക്കും. RP ഗ്രൂപ്പ് ഉടമയും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ ഡോക്ടർ രവി പിള്ളയ്ക്ക് ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ. ബഹ്റൈൻ ദേശീയ ദിനാഘോഷ ചടങ്ങിൽ ഹമദ് രാജാവാണ് പുരസ്കാരം സമ്മാനിച്ചത്. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും രവി പിള്ള നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് ബഹുമതി. പുരസ്കാരം ലഭിച്ച ഏക വിദേശി വ്യവസായി കൂടിയാണ് ഡോക്ടർ രവി പിള്ള. പ്രവാസികളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന വലിയ മനസ്സുള്ള രാജ്യമാണ് ബഹ്റൈൻ. ഹമദ് രാജാവിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് കൈവരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന RP ഗ്രൂപ്പിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ബഹ്റൈനികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഈ ബഹുമതി ഞാൻ സ്നേഹപൂർവ്വം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മരിച്ചു. മലപ്പുറം വഴിക്കടവ് സ്വദേശി മൂസക്കുട്ടിയാണ് മരിച്ചത്. നെഞ്ചുവേദനയെ തുറന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 15 വർഷമായി ദമാമിൽ ഹെവി ട്രാൻസ്പോർട്ട് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഗായിക നേഹ കക്കാറിന്റെ ലൈവ് ഷോ ദോഹ ഏഷ്യൻ ടൗണിലെ ആംഫി തിയേറ്ററിൽ നാളെ നടക്കും. വൈവിധ്യമാർന്ന ജനക്കൂട്ടത്തിന് വേണ്ടി പെർഫോം ചെയ്യുന്നത് സന്തോഷകരമാണെന്ന് നേഹ കക്കാർ പറഞ്ഞു. ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേഹ. വാർത്താ സമ്മേളനത്തിൽ റാമി പ്രൊഡക്ഷൻസ് MD അബ്ദുറഹീം മാധവനാട്, ബി പോസിറ്റീവ് MD സോളി വർഗീസ്, F&B പാർട്ട്ണർ ജനറൽ മാനേജർ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ ആഗോള മത്സര സൂചികകളിൽ 200-ലേറെ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തി UAE. സാമ്പത്തിക രംഗം, വ്യോമഗതാഗതം, വിദേശ നിക്ഷേപം, ഭരണ നിർവഹണം തുടങ്ങി പ്രധാനപ്പെട്ട മേഖലകളിൽ രാജ്യം കുതിച്ചുചാട്ടം നടത്തിയതായി കണക്കുകൾ വ്യക്തമാക്കും. രാജ്യങ്ങളെക്കുറിച്ചുള്ള ലോകത്തെ ഏറ്റവും സമഗ്രമായ വാർഷിക റിപ്പോർട്ടായ IMD വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇയർബുക്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളുള്ളത്. 223 സൂചികകളിലാണ് UAE ഒന്നാം സ്ഥാനത്തുള്ളത്. മുൻവർഷം 215 സൂചികകളിലായിരുന്നു ആദ്യ സ്ഥാനം. സാങ്കേതിക വിദ്യയിലൂന്നിയ സാമ്പത്തിക പദ്ധതികളും ഭരണനിർവഹണ മേഖലയിലെ പരിഷ്കാരങ്ങളുമാണ് നേട്ടങ്ങൾക്ക് നിമിത്തമായത്. സുപ്രധാന സൂചികകളായ സാമ്പത്തിക നിർവഹണത്തിൽ 2ാം സ്ഥാനത്തും ഭരണ കാര്യക്ഷമതയിൽ 4ാമതുമാണ് UAE. വ്യോമഗതാഗത അടിസ്ഥാന സൗകര്യത്തിൽ 1ാമതാണ്. നേരിട്ടുള്ള വിദേശ നിക്ഷേപ പദ്ധതികളിൽ 2ാമതും റോഡ് ഗുണമേന്മയിൽ 5ാമതുമാണ്. ടെലികമ്മ്യൂണിക്കേഷൻ അടിസ്ഥാന സൗകര്യത്തിൽ 100% മാർക്കും UAE സ്വന്തമാക്കി. ആകെയുള്ള പ്രകടനത്തിൽ 7ാമതാണ്. ഐക്യരാഷ്ട്രസഭയുടേതടക്കം ഈയിടെ പ്രസിദ്ധീകരിച്ച നിരവധി റിപ്പോർട്ടുകളിൽ UAE ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. UN വികസന പദ്ധതി പുറത്തിറക്കിയ മനുഷ്യ വിഭവ സൂചികയിൽ പശ്ചിമേഷ്യയിൽ 1ാമതായിരുന്നു രാജ്യം. ആഗോളതലത്തിൽ 17ാമതും. ആഗോള സംരംഭകത്വ മോണിറ്റർ റിപ്പോർട്ടിൽ 3 വർഷമായി 1ാമതാണ് അറബ് രാജ്യം. ട്രാവൽ ആൻഡ് ടൂറിസം, സിവിൽ വ്യോമയാനം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട ഒരു പിടി റിപ്പോർട്ടുകളിൽ UAE മേധാവിത്വം നിലനിർത്തി വരികയാണ്. മീഡിയ 1 ദുബൈ. കേരള പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് നമ്മൾ ചാവക്കാട്ടുകാർ കൂട്ടായ്മ ഒമാൻ ചാപ്റ്റർ വിഭാഗം വെബിനാർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 21 ഒമാൻ സമയം വൈകിട്ട് 7:30 വെബിനാർ. കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് മുഖ്യാതിഥിയാകും. കുവൈത്തിൽ ശൈത്യകാല ക്യാമ്പിംഗ് സീസണിന് മികച്ച പ്രതികരണം. ഇതുവരെ ക്യാമ്പിംഗ് സൈറ്റുകൾക്കായി 2237 ലൈസൻസുകൾ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു. നവംബർ 15 മുതൽ മാർച്ച് 15 വരെയാണ് മരുഭൂമിയിൽ ശൈത്യകാല തമ്പുകളിൽ താമസിക്കുന്ന സീസൺ. മുനിസിപ്പാലിറ്റി നിർണയിച്ചു നൽകിയ പ്രദേശങ്ങളിൽ മാത്രമാണ് തമ്പുകൾ പണിയാൻ അനുമതിയുള്ളത്.